തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ബിജെപി പിടിച്ചത് രാജ്യമാകെ ബിജെപി ആഘോഷമാക്കിയതാണ്. പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ അതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചതാണ്, പോസ്റ്റുകൾ ഇട്ടതാണ്. നമുക്ക് ഇതാ എന്തൊക്കെയോ വാരിക്കോരി തരാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്നിട്ടും തിരുവനന്തപുരത്തിന് പ്രത്യേക പദ്ധതികളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടില്ല. പിന്നീടുണ്ടായ ബജറ്റിലും നിരാശയാണ്. പക്ഷേ അതൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും ആ ജയം, അതിലുള്ള ആഘോഷം ബിജെപി തുടരുക തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും വിജയിച്ച ബിജെപി കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അത് വലിയ ആഘോഷമാക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവരുടെ ഡൽഹി യാത്ര. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ പിന്നീടെങ്കിലും ഉണ്ടാകുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരിക്കാം, ആഗ്രഹിക്കാം. പക്ഷേ ഇങ്ങനെ ആഘോഷത്തോടെ ബിജെപി കൗൺസിലർമാർ പുറപ്പെടുമ്പോൾ അവിടെയും കല്ലുകടിയായി മാറിയിരിക്കുകയാണ് ശ്രീലേഖയുടെ വിട്ടുനിൽക്കലും പിന്നാലെ വന്ന വിശദീകരണവും ബിജെപി നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ്. അത് കഴിഞ്ഞ കുറേ തവണകളിലായി, പല അവസരങ്ങളിലായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഡൽഹി യാത്രയിൽ സംഭവിച്ചത് എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ മേയറുടെ നേതൃത്വത്തിലാണ് ഈ ഡൽഹി യാത്ര. ഡൽഹിയിലേക്ക് എത്തുന്ന സംഘം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായും മറ്റുമൊക്കെ അവിടെ പ്രധാനപ്പെട്ട ആളുകളുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സമഗ്ര വികസനമാണ് യാത്രയുടെ ലക്ഷ്യം എന്നതാണ് മേയർ വി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. കോർപ്പറേഷൻ വിജയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ബിജെപി നേരത്തെ തന്നെ ഇതൊരു വലിയ നേട്ടമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ആഘോഷമാണ്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ചാ വിഷയമാക്കാനും ആ രീതിയിൽ ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനും ഒപ്പം തന്നെ ഈ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ചർച്ചയുമൊക്കെ ഇതിന്റെ ഭാഗം എന്ന് പറയുന്നുണ്ട് ബിജെപി. അതുതന്നെയാണ് മേയർ വി രാജേഷും പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. പാർലമെന്റ് മന്ദിരത്തിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യാത്ര 50 കൌൺസിലർമാർ 6 ദിവസം ഒരുമിച്ചുണ്ട്. അപ്പോൾ പാർലമെന്റ് സമ്മേളനം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെയുണ്ട്. അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കാൻ പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം, സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ്, ജില്ലാ പ്രസിഡന്റ് കരമന ജയഞ്ചേട്ട് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും. സംസ്ഥാന അധ്യക്ഷൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും. തീർച്ചയായിട്ടും ഈ യാത്ര, ഈ 50 കൌൺസിലർമാരുടെയും യാത്ര തിരുവനന്തപുരത്തിനും കേരളത്തിലും ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള ഇപ്പോൾ കോർപ്പറേഷൻ കൌൺസിലർമാരാണ്. എന്നാൽ ഡൽഹിയിൽ പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര. അപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഈ യാത്രയ്ക്കെന്നാണ് മേയർ വി രാജേഷ് പറയുന്നത്. അത് ഈ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരെ നേരിൽ കാണുന്നതിലൂടെ വളരെ വലിയ ഇൻസ്പിറേഷൻ അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നത്. ഒപ്പം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി നടത്തുന്നു എന്നത്. എന്തായാലും വലിയ വാഗ്ദാനങ്ങളൊന്നും മുന്നോട്ട് വെക്കുന്നില്ല. എന്തായാലും ഇനി വാഗ്ദാനം മുന്നോട്ട് വെച്ചാലും ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നുണ്ട് എന്നും തോന്നുന്നില്ല. എന്തായാലും 2 തവണ ഒരുപാട് പ്രതീക്ഷിച്ച് നിരാശരായവരാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ചർച്ചകൾ അവിടെ നടക്കും എന്ന സാധ്യതയാണ് അവർ പറയുന്നത്. ഒപ്പം ഈ കൗൺസിലർമാർക്ക് പ്രധാനമന്ത്രി നൽകുന്ന വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ലക്ഷ്യവുമൊക്കെ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ശ്രീലേഖ ഇല്ല? ശ്രീലേഖയുടെ അഭാവം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ശ്രീലേഖ വിട്ടുനിൽക്കുന്നതാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. എന്തുകൊണ്ട് ശ്രീലേഖ ഇല്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ നേതാക്കൾ മൈക്കിന് മുന്നിലല്ല എങ്കിലും പറയുന്നത് ഇത് 50 കൗൺസിലർമാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്. ദിവസങ്ങൾ ഈ രീതിയിൽ യാത്ര ചെയ്യുക ബുദ്ധിമുട്ടായതുകൊണ്ട് ശ്രീലേഖ വിമാനത്തിലെത്തും എന്നൊക്കെയുള്ള മറുപടിയാണ് നേതാക്കൾ ഓഫ് ദ റെക്കോർഡ് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. ഇത് സ്പ്രെഡാകുന്നു. അപ്പോൾ അതൊരു വലിയ വിവാദമായി മാറുമ്പോൾ ശ്രീലേഖ അതിൽ വിശദീകരണവുമായി രംഗത്ത് വരികയാണ്. അത് മാധ്യമങ്ങളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ താൻ ഫേസ്ബുക്കിലൂടെ സാധാരണ
സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇപ്പോൾ ശ്രീലേഖ പ്രതികരിക്കാറുള്ളത്. അങ്ങനെ ഒരു വിശദീകരണ വീഡിയോയാണ് അവർ ഇട്ടത്. വ്യക്തിപരമായ അസൗകര്യം കാരണമാണ് പങ്കെടുക്കാത്തതെന്ന് ശ്രീലേഖ അറിയിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. 94 വയസ്സുള്ള അമ്മയെ വിട്ട് അധിക ദിവസം തനിക്ക് മാറി നിൽക്കാനാവില്ല. 5 ദിവസത്തെ ട്രെയിൻ യാത്ര പ്രയാസമാണെന്ന് അറിയിച്ചപ്പോൾ വിമാന ടിക്കറ്റ് നൽകാമെന്ന് പാർട്ടി അറിയിച്ചിരുന്നു. പക്ഷേ അതൊരു അധിക ചെലവായതിനാൽ വേണ്ട എന്ന് അറിയിക്കുകയായിരുന്നു എന്നതാണ് ശ്രീലേഖ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രീലേഖ പറയുന്നുണ്ട്. അത് താൻ ഇനി മത്സരിക്കാനില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നതാണ്. കാരണം ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അപ്പോൾ അതിനിടയിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലും കൂടി മത്സരിക്കുകയാണെങ്കിൽ അത് ചെലവുണ്ടാക്കും. അങ്ങനെ അധിക ചെലവുണ്ടാക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ല. അത് തൻ്റെ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇനി മത്സര രംഗത്തേക്കില്ല എന്നുകൂടിയാണ് ശ്രീലേഖ വ്യക്തമാക്കുന്നത്. അപ്പോൾ സമൂഹ മാധ്യമത്തിൽ ശ്രീലേഖ ഇട്ട ആ വീഡിയോ കൂടി കാണാം. കേരള എക്സ്പ്രസിൽ കയറി ഡൽഹിയിലേക്ക് പോകുന്നു. എല്ലാ സ്ഥലത്തും നിർത്തി സ്വീകരണം വാങ്ങിക്കുന്നു. 2 ദിവസം നിൽക്കുന്നു. പിന്നെ 13-ാം തീയതി രാത്രി എങ്ങാണ്ട് തിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 14 പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകാനായിട്ട് ആദ്യം തീരുമാനിച്ചത്. ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു യാത്ര കേരള എക്സ്പ്രസിൽ നടത്താൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാമെന്നൊരു ഓഫർ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാണ് വെറുതെ കാശ് കളയുന്നത്. എനിക്കാണെങ്കിൽ ഇതുപോലെ പൈസ ഒരുപാട് അനാവശ്യമായിട്ട് മുടക്കുന്നതിലോട് വലിയ വിരോധമുള്ള വ്യക്തിയാണ്. ഇത്രയും ആൾക്കാരെ കയറ്റി ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചിലവാണ് പാർട്ടിക്ക്. ഞാൻ കാരണം അത്രയും ചിലവ് ഉണ്ടാകണ്ട എന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ ബുദ്ധിമുട്ടുമുണ്ട്. അമ്മയ്ക്ക് 94 വയസ്സായി, വീട്ടിലുണ്ട്. 5 ദിവസം മാറി നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ ഇപ്പോൾ സെർവൻ്റ് ഇല്ല, ലീവിലാണ്. കുക്കിംഗ് ഏറ്റെടുക്കണം, അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം, വീടിൻ്റെ വൃത്തി വെടുപ്പ് ഏറ്റെടുക്കണം, സാധനം വാങ്ങാൻ പോകണം. അതോടൊപ്പം എൻ്റെ കൗൺസിലർ ജോലിയും ചെയ്യണം. അപ്പോൾ 5 ദിവസം മാറി നിൽക്കാൻ പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ശരിക്കുമുള്ള കാര്യം. അപ്പോൾ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ യാത്ര ഒഴിവാക്കിയത് എന്നതാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. അതിനും അപ്പുറം ഏതെങ്കിലും തരത്തിൽ തുടരുന്ന നീരസത്തിൻ്റെ തുടർച്ചയാണോ ഇത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കാരണം കുറേ തവണയായി ശ്രീലേഖ ഈ രീതിയിലുള്ള അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. വിവാദങ്ങൾ ഒരു തുടർക്കഥയാണ് ശ്രീലേഖയുടെ ഈ കോർപ്പറേഷൻ കൗൺസിലറായി ജയിച്ചതിന് ശേഷമുള്ള സാഹചര്യം നോക്കിയാൽ. മേയർ സ്ഥാനം തനിക്ക് ഓഫർ ചെയ്തിരുന്നു എന്നത് തുറന്നു പറഞ്ഞത് ശ്രീലേഖ തന്നെയാണ്. അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് അവിടെ നടക്കുമ്പോൾ മേയർ ആയി വി രാജേഷും ഒപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സത്യപ്രതിജ്ഞ അവിടെ നടക്കുമ്പോൾ അത് കാണാതെ അതുവഴി ഇറങ്ങിപ്പോകുന്ന ശ്രീലേഖയെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ BJP പൊതുസമ്മേളന വേദിയിലും പ്രധാനമന്ത്രി മോദിയുടെ അടുത്തൊന്നും എത്താതെ ശ്രീലേഖ മാറി നിന്ന് ഒരു അതൃപ്തി പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. വി രാജേഷും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ മോദിയെ യാത്രയാക്കുന്ന ഘട്ടത്തിലും ശ്രീലേഖ ആ പരിസരത്തേക്ക് പോലും പോകാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് കണ്ടു. അത് വലിയ വിവാദമായപ്പോൾ അത് തൻ്റെ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് അന്ന് ശ്രീലേഖ പ്രതികരിച്ചത്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖയുടെ വോട്ട് അസാധുവായത് ഏറെ ചർച്ചയായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, ഒരു വിവാദങ്ങളുടെ തുടർക്കഥ തന്നെ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മേയർ സ്ഥാനത്ത് വി രാജേഷിന് പരിഗണന കിട്ടുകയും അദ്ദേഹം മേയർ ആവുകയും ചെയ്ത സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാൻ ശ്രീലേഖയെ ഇറക്കും എന്നതായിരുന്നു അവർ കൊടുത്തിരുന്ന വാഗ്ദാനം എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് ഈ യാത്ര എന്തുകൊണ്ട് ഈ യാത്രയ്ക്കൊപ്പമില്ല എന്ന് വിശദീകരിച്ചു വരുമ്പോൾ ഇനി മത്സരിക്കാനും കൂടിയില്ല എന്ന് ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത് കടുത്ത അതൃപ്തി പ്രകടനം ആയി തന്നെയാണ് മനസ്സിലാകുന്നത്. BJP കൗൺസിലർമാർ വലിയ ആഘോഷമായി ഡൽഹിയിലേക്ക് പോകുമ്പോൾ അതിൽ ആ സമയത്ത് തന്നെ ഒരു വീഡിയോ മാറി നിൽക്കുകയും വീഡിയോ ഇറക്കുകയും ചെയ്ത് തൻ്റെ അതൃപ്തി പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അത് ഉപയോഗപ്പെടുത്തുകയായിരുന്നു ശ്രീലേഖ എന്ന് തന്നെ മനസ്സിലാക്കണം. എന്തായാലും അതിനവർ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന നിലയ്ക്കാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.